പഴയ വാഹനങ്ങൾ വിൽക്കുന്ന ഏതൊരു ഷോറൂമിനും ഇനി മുതൽ മോട്ടോർ വാഹന വകുപ്പിന്റെ അംഗീകാര പത്രം അഥവാ ഓതറൈസേഷൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയിരിക്കുകയാണ്. ഈ ലൈസൻസ് എടുക്കാത്ത ഷോറൂമുകൾക്ക് ഇനി തുറന്ന് പ്രവർത്തിക്കാൻ അനുമതി കൊടുക്കുകയില്ല. ഇതിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ പറയാം. 25,000 രൂപ ഫീസ് അടച്ച് ഡീലർമാർ MVDയിൽ അവരുടെ സ്ഥാപനം രജിസ്റ്റർ ചെയ്തിരിക്കണം. അവർക്ക് GST നമ്പറും ഉണ്ടായിരിക്കണം. ഇനി മറ്റൊന്നുള്ളത് ഡീംഡ് ഓണർഷിപ്പ് സംബന്ധിച്ചാണ്. ഇതാണ് വിൽക്കുന്നവർക്കുള്ള ഏറ്റവും വലിയൊരു ആശ്വാസം. നിങ്ങളൊരു അംഗീകൃത ഡീലറെ വാഹനം ഏൽപ്പിച്ചാൽ ആ നിമിഷം മുതൽ ആ വാഹനത്തിന്റെ നിയമപരമായ ഉത്തരവാദിത്വം നിങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്ന ആ ഡീലർക്കുള്ളതായിരിക്കും. അതായത് വാഹനം പുതിയൊരാൾ വാങ്ങുന്നത് വരെ എന്തെങ്കിലും അപകടമോ വല്ല തട്ടോ മുട്ടോ നിയമലംഘനമോ ഒക്കെ ഉണ്ടായാൽ പഴയ ഉടമ ഉത്തരവാദിയല്ല, ഡീലറായിരിക്കും ഉത്തരവാദി. അതിനായി നിങ്ങളുടെ ഭാഗത്തുനിന്നും നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് സൂചിപ്പിക്കാം. നിങ്ങളുടെ വാഹനം ഡീലറെ ഏൽപ്പിക്കുമ്പോൾ മാത്രം ഉടമയുടെ ഉത്തരവാദിത്വം അവസാനിക്കുന്നില്ലെന്നുള്ളത് ഓർക്കണം. അതിനായി നിങ്ങൾ ഓൺലൈനായി ഫോം 29C സമർപ്പിക്കണം. ഇത് പരിവാഹൻ പോർട്ടൽ വഴി നിങ്ങൾക്ക് ചെയ്തെടുക്കാം. നിങ്ങൾ വാഹനം ഡീലർക്ക് കൈമാറിയെന്ന് ഈ ഫോമിലൂടെ RTOയെ ഔദ്യോഗികമായി അറിയിക്കുകയാണ് ഇതുമൂലം ചെയ്യുന്നത്. ഇതിലൂടെ മാത്രമേ ഡീംഡ് ഓണർഷിപ്പ് നിയമത്തിന്റെ ആനുകൂല്യം പൂർണ്ണമായും നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. വാഹനം കൈമാറുമ്പോൾ ഡീലറുടെ ലൈസൻസ് നമ്പർ ചോദിച്ചു വാങ്ങാൻ മറക്കരുത്. അപ്പോൾ വാഹനം മറിച്ചു വിൽക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലൈസൻസ് ഇല്ലാത്ത കച്ചവടക്കാർക്ക് നിങ്ങളുടെ വാഹനം നൽകുന്നത് വലിയ നിയമക്കുരുക്കിന് പിന്നീട് നിങ്ങൾക്ക് കാരണമാകും. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, അടുത്ത കാലത്ത് കേരളത്തെ നടുക്കിയ ഒന്നാണ് ഓപ്പറേഷൻ നംഖോർ. അതായത് ഭൂട്ടാനിൽ നിന്ന് നിയമവിരുദ്ധമായി എത്തിച്ച 40-ലധികം ആഡംബര കാറുകളാണ് കസ്റ്റംസും MVDയും ചേർന്ന് പിടിച്ചെടുത്തത്. ഭൂട്ടാനിൽ നികുതി കുറവായതിനാൽ അവിടുത്തെ കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്ന ലാൻഡ് ക്രൂയിസർ, നിസാൻ പട്രോൾ തുടങ്ങിയ വാഹനങ്ങൾ ഇന്ത്യയിലേക്ക് കടത്തി വ്യാജരേഖയുണ്ടാക്കി വിൽക്കുന്ന വലിയൊരു സംഘം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. ഹിമാചൽ പ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിൽ വ്യാജ രജിസ്ട്രേഷൻ നടത്തിയ ശേഷമാണ് ഇവ കേരളത്തിൽ എത്തുന്നത്. പ്രമുഖ സിനിമാ താരങ്ങളുടെ വാഹനങ്ങൾ പോലും ഇത്തരത്തിൽ പരിശോധിക്കപ്പെട്ടു. നിങ്ങളത് ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. 10 ലക്ഷം രൂപയ്ക്ക് ഭൂട്ടാനിൽ വാങ്ങുന്ന വണ്ടി 40 ലക്ഷത്തിനാണ് ഇവിടെ വിൽക്കുന്നത്. പഴയ ആഡംബര വാഹനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് കാണുമ്പോൾ ചാടി വീണ് വാങ്ങുന്നവർ വളരെ ശ്രദ്ധിക്കണം. അതൊരു അപകടമുണ്ട്. അവയുടെ പേപ്പർ വർക്കുകൾ ക്ലിയർ ആണെന്ന് ഉറപ്പുവരുത്തണം. അതുകൊണ്ട് പഴയ വാഹനങ്ങൾ വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും ഈ കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായും ശ്രദ്ധിച്ചിരുന്നാൽ സമാധാനം നഷ്ടപ്പെടാതിരിക്കും. ഇനി വിൽക്കുന്നവരെ സംബന്ധിച്ചാണെങ്കിൽ അംഗീകൃത ലൈസൻസ് ഉള്ള ഡീലർക്ക് മാത്രം വണ്ടി നൽകുക, ഡെലിവറി നോട്ട് വാങ്ങുക, ഫോം 29C ഓൺലൈനായി പൂരിപ്പിക്കുക. വാങ്ങുന്നവരെ സംബന്ധിച്ചാണെങ്കിൽ പരിവാഹൻ ആപ്പ് വഴി വാഹനത്തിന്റെ ഹിസ്റ്ററി ഒന്ന് പരിശോധിക്കണം. എന്തെങ്കിലും ബ്ലാക്ക് ലിസ്റ്റ് ഉണ്ടോ എന്ന് പ്രത്യേകം നിങ്ങൾ ചെക്ക് ചെയ്തിരിക്കണം. വണ്ടി വാങ്ങുന്നതിന് മുമ്പ് പഴയ പിഴകളെല്ലാം പഴയ ഉടമ അടച്ചു തീർത്തതാണെന്ന് ഉറപ്പാക്കുക. MVD ഇപ്പോൾ ചലാനുകൾ തീർപ്പാക്കാൻ വൺ ടൈം സെറ്റിൽമെന്റ് സ്കീം ഏർപ്പെടുത്തിയിട്ടുള്ളത് പ്രയോജനപ്പെടുത്തണം. ഇനി ഫിസിക്കൽ വെരിഫിക്കേഷൻ സംബന്ധിച്ചാണെങ്കിൽ ചേസിസ് നമ്പറും എഞ്ചിൻ നമ്പറും RC ബുക്കുമായിട്ട് ഒത്തുനോക്കണം. അപ്പോൾ ഓർക്കുക, നിയമങ്ങൾ കർശനമാണ്. അത് നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. ലൈസൻസ് ഇല്ലാത്ത ഷോറൂമുകളിൽ വാഹന ഇടപാടുകൾ നടത്തുന്നത് ഒഴിവാക്കണം. പഴയ ആഡംബര വാഹനങ്ങൾ വാങ്ങുമ്പോൾ അതീവ ശ്രദ്ധ പാലിക്കണം. ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ദയവായി എത്തിക്കുക. കാരണം ഒരു ചെറിയ അശ്രദ്ധ മതി വലിയൊരു നിയമക്കുരുക്കിൽ